2 ദിവസമായി ഞാൻ ഫോൺ ചെയ്യുന്നു. സാഗർ ബിസി ആയിരുന്നോ? എങ്ങനെയുണ്ട്? ശത്രുപാളയത്തിൽ തന്നെ ഇരതയുടെ അശ്വതിയുടെ സാമർഥ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കൊള്ളാം. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെയും എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം. ഇല്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ല. സാഗറിന്റെ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫീച്ചർ ആരംഭിച്ചത്. പിന്നെ സംഘം ഇപ്പോഴില്ലല്ലോ. ജാക്കിയും സാഗറും ശേഖരൻകുട്ടിയും തമ്മിൽ പിരിഞ്ഞില്ലേ? അതേതായാലും നന്നായി. ഇനിയിപ്പോ എന്റെ ഫ്യൂച്ചറിന് ഗ്രിപ്പ് കൂടും. പലതും പ്രതീക്ഷിക്കാമല്ലോ. പണ്ട് ഹാജി മസ്താനി യൂസഫ് പട്ടേലും തമ്മിൽ തെറ്റിയപ്പോ പത്രക്കാർക്ക് കുറെ നാളത്തേക്ക് നല്ല കോളായിരുന്നു. എന്നും ചൂടുള്ള വാർത്തകൾ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. രണ്ടാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് നടുക്ക് നിന്ന് ചോര കുടിക്കാൻ ശ്രമിച്ച കുറുക്കന്റെ കഥ അശ്വതിക്ക് കേൾക്കണോ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഏതർത്ഥത്തിൽ പറഞ്ഞാലും തമ്പുരാട്ടിക്കുട്ടിയുടെ ഈ കൊച്ചു തലയിൽ ഒരുപാട് വക്രതയുണ്ട്. അട്ടെ, അശ്വതിയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. സാഗർ ജാക്കിയായ കഥ. അതെന്തറിയാന്? സ്വന്തമായിട്ട് അങ്ങ് എഴുതിയാ മതി. അതുപോരാ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി സാഗറിന്റെ പുറകെ നടക്കണമായിരുന്നോ? പുലിവാലായല്ലോ. അബദ്ധത്തിന് ഞാനൊന്ന് സമ്മതിച്ചുപോയി. അശ്വതി, ഈ കഥയൊക്കെ പറയുന്നതിന് ഒരു മൂഡ് വേണം. ഐ എം നോട്ട് ഇൻ എ മൂഡ്. വേണ്ട, എനിക്ക് തിരക്കൊന്നുമില്ല. ഞാൻ വീണ്ടും വരാം. ഓക്കെ. തമ്പുരാട്ടിക്കുട്ടി, ഒന്നിക്കണം. അതിലൊന്നുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെയും എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം. ഇല്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ഇതെന്റെ ശബ്ദമാണ്. കോടതി ചെന്നാൽ ഇതൊരു തെളിവാണ്. അയ്യോ, പിന്നെ എനിക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. ഇറ്റ് ഈസ് റൊട്ടീൻ. അശ്വതി വർമ്മയുടെ ഉദ്ദേശം നിർദോഷമായിരിക്കും. ബട്ട് ഐ ഹാവ് ടു സേഫ് ഗാർഡ് മൈ ഇൻട്രസ്റ്റ്. ദാറ്റ്സ് ഓൾസോ റൊട്ടീൻ. Thank you very much.